യുവമാരെ മുന്നേ ഒന്ന് ഷൈൻ ചെയ്യട്ടെ വേറെ കാര്യം. ചുമ്മാ ഓരോന്ന് പേടിപ്പിക്കാനായിട്ട്. ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാസവുമായി നടൻ ഷൈൻ ടോം ചാക്കോ. പാപ്പന്റെ അടുത്ത് അവന്റെ കളി. പാപ്പ നമുക്കിതായിട്ട് മുങ്ങിയാലോ? കോടികളുണ്ടാക്കാം. അപ്പൊ നിങ്ങൾ വരില്ലേ എന്നൊന്ന് ഓടിയെത്തിക്കാനല്ല ഓടിക്കാൻ. എവിടം തുറന്നു പോയി. ഹോട്ടലിന്റെ മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന സിനിമാ രംഗം പങ്കുവെച്ചുകൊണ്ടാണ് നടന്റെ പരിഹാസം. പോലീസിനെ അവർക്ക് പേടിയില്ല. ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ്. അയാൾ വിചാരിച്ച ഒരു പുല്യം ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. വക്കീല് വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ള തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. എന്നെയൊന്നും തൊടാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുള്ള പെരുമാറ്റം നമുക്ക് മനസ്സിലാകുന്നത്. കഞ്ചാവ് ഉപയോഗിച്ച് മോശമായി, ലഹരി ഉപയോഗിച്ച് മോശമായി ഒരു നടിയോട് പെരുമാറി എന്ന ഗുരുതര ആരോപണം നിലനിൽക്കെ ഒരു കൂസലമില്ലാതെ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടിയും എടുക്കില്ല എന്നൊരു ധൈര്യമുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്റ്റോറികളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നത്, അല്ലേ? ഓ, എനിക്കറിയാം എങ്ങനെ ഈ തണ്ടയില്ലായ്മ കാണിക്കുന്നു. 3 മണിയോടുകൂടി ഹയാത്ത് ഹോട്ടലിൽ നിന്നും പുറത്തുപോയി അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തോട്ട് പോയി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. അവിടെ നിന്നും എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ക്ലൂവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, കതറാണേലും ശരി.